Question number 9. Two water taps together can fill a tank in 9 and 3/8 hours. The tap of larger diameter takes 10 hours less than the smaller one to fill the tank separately. Find the time taken. Find the time on which each tap can separately fill the tank. So here we have a water tank here. രണ്ട് ടാപ്പ് ഉണ്ട്. ഒരെണ്ണത്തിന് വലിയ ഡയമീറ്ററാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്, ഒരെണ്ണത്തിന് ചെറിയ ഡയമീറ്റർ. അപ്പോൾ നമ്മൾ എടുക്കുക ഈ ഒരു ചെറിയ ഡയമീറ്ററുള്ള ടാപ്പ് കൊണ്ട് ഈ ടാപ്പ് മാത്രം വെച്ച് കഴിഞ്ഞാൽ എത്ര ടൈം കൊണ്ട് ഫില്ലാവും? ഈ ഒരു ചെറിയ ഡയമീറ്റർ മാത്രം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ് അവേഴ്സ് എടുക്കുമെന്ന് വിചാരിക്കുക ഈ ടാങ്ക് ഫില്ലാവാൻ. പിന്നെ ഇത് മാത്രം, അതായത് ഈ ഒരു വലിയ ടാപ്പ് മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫില്ലാവാൻ എക്സ് മൈനസ് 10 hours അത് തന്നിട്ടുണ്ട്. മറ്റേതുകൊണ്ട് 10 hours ലെസ് ടൈം മതിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എക്സ് അവേഴ്സ് എടുക്കും, ഇതുകൊണ്ട് എക്സ് മൈനസ് 10 hours എടുക്കും ഫില്ലാവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പോൾ എക്സ് അവേഴ്സാണ്, സ്മോൾ ടാപ്പ് എടുക്കുക എക്സ് അവേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഈ സ്മോൾ ടാപ്പ് കൊണ്ട് 1 hourൽ ഈ ടാങ്കിൻ്റെ എത്ര പോർഷൻ ഫില്ലാവും? അതായത് നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുക. നമുക്കിപ്പോൾ ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്ക് ഫില്ലാവണമെങ്കിൽ 6 hours എടുക്കുമെന്ന് വിചാരിക്കുക. നമ്മൾ 6 hours എടുക്കും. ഒരു ടാപ്പ് കൊണ്ട് ഫില്ലാക്കുമ്പോൾ നമുക്ക് 6 hours എടുക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 hourൽ ഈ ടാങ്കിൻ്റെ എത്ര പോർഷൻ ഫില്ലാവും? 1 hourൽ എത്ര പോർഷൻ ഫില്ലാവും 1 hourൽ? നോക്കൂ, 6 hours എടുക്കുന്നത് മൊത്തം കംപ്ലീറ്റ്ലി ടാങ്ക് ഫില്ലാവും. അപ്പോൾ 1 hourൽ ഇത്രയല്ലേ ആവുള്ളൂ. അതായത് ഈ ടാങ്കിൻ്റെ 1/6 പോർഷനെ 1 hourൽ ഫില്ലാവുള്ളൂ അല്ലേ? അതേപോലെ തന്നെ എക്സ് അവേഴ്സ് എടുക്കെങ്കിൽ ഇതുകൊണ്ട് എക്സ് അവേഴ്സ് കൊണ്ടാണ് ഫില്ലാവണമെങ്കിൽ 1 hourൽ ഇപ്പം 1/x പോർഷനേ ഫില്ലാവുള്ളൂ. 1 hourൽ 1/x പോർഷൻ ഓഫ് ദ ടാങ്കേ ഫില്ലാവുള്ളൂ. അപ്പോൾ ബിഗ് ടാപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ബിഗ് ടാപ്പ് എക്സ് മൈനസ് 10 hours കൊണ്ട് ആണ് ഫില്ലാക്കുന്നത്. ഈ ടാങ്ക് ഫുള്ളാവുന്നത് എക്സ് മൈനസ് 10 hours കൊണ്ട് ഫുള്ളാവും. അങ്ങനെയാണെങ്കിൽ 1 hourൽ എത്ര പോർഷൻ എടുക്കും? 1 hourൽ ഇതേപോലെ തന്നെ എടുക്കുക. 1 hourൽ 1/x മൈനസ് 10 പോർഷൻ ഓഫ് ദ ടാങ്കേ ഫില്ലാവുള്ളൂ 1 hourൽ അല്ലേ? ഇതേപോലെ ഈ ഒരു എക്സാമ്പിൾ എടുത്താൽ ഇത് 6 hours ആണ് ഈ ടാങ്ക് ഫുള്ളാവുന്നത്. അപ്പോൾ 1 hourൽ 1/6 പോർഷൻ ഓഫ് ദ ടാങ്കേ ഫില്ലാവുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ എക്സ് മൈനസ് 10 hours കൊണ്ട് ഈ ടാങ്ക് കംപ്ലീറ്റ്ലി ഫുള്ളാവും. അപ്പോൾ 1 hourൽ 1/x മൈനസ് 10 പോർഷൻ ഓഫ് ദ ടാങ്കേ ഫില്ലാവുള്ളൂ. 1 hourൽ 1/x മൈനസ് 10 പോർഷൻ ഓഫ് ടാങ്ക്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി, അതായത് ഈ രണ്ട് ടാപ്പും കൂടി ചെറുതും വലുതും കൂടി 1 hourൽ എത്ര ഫില്ലാക്കും? ഈ ടാങ്കിൻ്റെ എത്ര പാർട്ട് ഫില്ലാക്കും? അതായത് ഇത് മാത്രം 1/x പോർഷൻ, ഇതും കൂടി ചേരുമ്പോൾ 1/x മൈനസ് 10. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് 1/x പ്ലസ് 1/x മൈനസ് 10 പോർഷൻ ഓഫ് ദ ടാങ്കാണ് ഫില്ലാവുന്നത്. അതായത് 1 hourൽ ഈ രണ്ടും കൂടി മനസ്സിലാകുന്നുണ്ടോ? ഇനി ഇത് രണ്ടും കൂടി ചേർന്നിട്ട് 9 and 3/8 hours കൊണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ 1 മണിക്കൂറിൽ ഇത്രയും നോക്കുക, 1 മണിക്കൂറിൽ 1/6 പോർഷൻ. അപ്പോൾ 2 മണിക്കൂറിൽ എത്രയാണ്? 2/6 അല്ലേ? അതായത് 2 × 1/6 അല്ലേ? 2 മണിക്കൂറിൽ 2 × 1/6. 3 മണിക്കൂറിൽ 3 × 1/6 അതായത് 3/6. 4 hours 4 × 1/6 അല്ലേ വരിക? 5 hours 5 × 1/6 അതായത് 5/6 പാർട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ 1 hourൽ ഇത്രയും പോർഷൻ ഓഫ് ദ ടാങ്കാണ് ഫില്ലാവുന്നത്. അപ്പോൾ 2 hours എന്താവും? 2 × ദിസ് മച്ച് പോർഷൻ. 3 hours 3 × ദിസ് മച്ച് പോർഷൻ. 9 and 3/8 hours 9 and 3/8 into
this much portion fill ആവും. ഇത്രയും പോർഷനാണ് ഞാൻ 3/8 hours കൊണ്ട് ഫിൽ ആവുന്നത്. ഇത് എന്താണ് ശരിക്കും? ഞാൻ 3/8 ഇൻറ്റു ദിസ് മച്ച് ഇസ് കണ്ടോ, 2 വാട്ടർ ടാപ്സ് ടുഗദർ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 3/8 hours. അതായത് ആ ടാങ്ക് ഫുള്ളാവും. അപ്പോൾ അത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഫുൾ ടാങ്കാണ് ആ പോർഷൻ. ഉണ്ടോ? അതായത് ഫുള്ളായി അവിടെ ഞാൻ 3/8 hours കൊണ്ട് ഫുള്ളായി. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈ ഞാൻ 3/8 ഇസ് എ മിക്സഡ് ഫ്രാക്ഷൻ. അതിന് നമുക്ക് ഇംപ്രോപ്പർ ആക്കാം. എന്നിട്ട് ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ LCM ഒക്കെ കണ്ട് ഇക്വേഷനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാക്കി മാറ്റണം. അപ്പോൾ ഇത് മനസ്സിലായോ? ഇത്രയും ഒരു പാർട്ട് നോക്കാം നമുക്ക്. ഇനി ഈ ഇക്വേഷൻ ഒന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷനാക്കാം. ഓക്കെ, that a smaller tap alone can fill the tank in x hours, then bigger tap alone can fill the tank in x minus 10 hours. Smaller tap alone can fill the tank in 1 hour, 1/x portion of the tank. Bigger tap in 1 hour, 1/x minus 10 portion of the tank. Then both taps together can fill the tank in 1 hour is this much portion of the tank. And in 9 and 3/8 hours, that means 9 and 3/8 is 75/8. It is equal to 75/8 into 1/x plus this, that means this much a portion, 75/8 into this much a portion. That is actually 1 full tank. കാരണം പറഞ്ഞിട്ടുണ്ട് ഞാൻ 3/8 hours കൊണ്ട് ആ ടാങ്ക് ഫുള്ളാവെന്ന് പറഞ്ഞിട്ട്, പോർഷനൊന്നുമല്ല, 1 ഫുൾ ടാങ്ക് ഫുള്ളാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പോർഷനൊന്നുമല്ല, ഫുൾ ടാങ്ക് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 ഫുൾ ടാങ്ക് എഴുതി. അങ്ങനെയാണ് ആ 1 അവിടെ വരുന്നത്. ഓക്കെ, then now you take LCM here, that is 75/8 into x. LCM is x into x minus 10. Then here you will get x minus 10 plus x is equal to 1. That is 2x minus 10 by x square minus 10x is equal to, then ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് 8/75 now. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇറ്റ് ഈസ് 8/75 now. Now cross multiply, that is equal to 150x minus 750 is equal to 8x square minus 80x. That is 8x square minus 80x minus 150x ഇതൊക്കെ അങ്ങോട്ടേക്ക് പോവുക. പ്ലസ് 750 is equal to 0. That is 8x square minus 230x plus 750 is equal to 0. That is now here in this equation 2 is a common factor, so you can divide this equation throughout by 2. Then you will get 4x square, that is 4x square minus 115x plus 375 is equal to 0. This is the equation. Now ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിക്കാം. നമുക്കിവിടെ നിന്ന് ഇത് ഉപയോഗിക്കാം. എന്താ, ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കും. അപ്പോൾ പ്രോഡക്റ്റ് എന്താ ഇവിടെ? പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 4 × 375 വരും. നമ്പേഴ്സ് നമ്മളിത് ഞാനല്ലോ സ്പ്ലിറ്റ് ചെയ്യുന്നത് അല്ലേ? ആ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻസ് ആണ് നമ്മൾ ഈ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 375 × 4 വരണം. ഓക്കെ, അതായത് 1500 വരും. സമ്മ് -150. നമ്പേഴ്സ് ഇത് സിമ്പിളായിട്ട് കിട്ടില്ല. ഏതൊക്കെ നമ്പേഴ്സ്? 100ഉം 15ഉം ആയിരിക്കും. 115ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 115 കിട്ടും. പിന്നെ ആഡ് ചെയ്യുമ്പോൾ -100 -15 ആണെങ്കിൽ നമുക്ക് -115 കിട്ടി. അപ്പോൾ നമുക്ക് ഇതിന് 4x square minus 100x, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. 115xനെ -100x -15x ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. -15x
പ്ലസ് 375 സിക്കൽ 0. 4 നമുക്ക് ഇതിൽ രണ്ടേയും കൂടി 4 കോമൺ ആയിട്ട് എടുക്കാം. 4 എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 25 എന്നുള്ളത് ഇവിടെയുള്ള സൈന് അതേപോലെ ഇടുക. 15 കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ നോക്കൂ, ഇവിടെ മൈനസ് സൈൻ ആകുമ്പോൾ ഈ സൈൻ അങ്ങ് ചേഞ്ച് ആവും. ഇവിടെ 25 വരും. യെസ്, സോറി 4x ആണ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നത്. 4x. അപ്പോൾ നമുക്ക് ഇതിൽ രണ്ട് ടേമിലും കൂടി എക്സ് മൈനസ് 25 ഈസ് എ കോമൺ ഫാക്ടർ. Which is here we'll get which is x minus 25 is equal to 0 or 4x minus 15 is equal to 0. X is equal to 25. Here x is equal to 15 by 4 എന്ന് വന്നു. 15 by 4. So നമുക്ക് 15 by 4 എന്ന് വെച്ച് 15 by 4 എന്നാൽ 10നേക്കാൾ ചെറുതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 25 എന്ന്, അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ കിട്ടി കേട്ടോ. 15 by 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? അതായത് 3 point something വരും. 3 point something വരും. 3.75 വരും. അപ്പോൾ നമുക്ക് ചെറിയ ടാപ്പ് കൊണ്ട് നമുക്ക് ഒന്നുകിൽ 25 hours വേണ്ടി വരും, അല്ലെങ്കിൽ ഇത്രയും വേണ്ടി വരും. പക്ഷേ ഇത് എടുക്കാൻ പാടില്ല. എന്താണെന്നറിയോ, നമുക്ക് വലിയ ടാപ്പ് കൊണ്ട് എക്സ് മൈനസ് 10 hours ആണ്. അതായത് ഇതിനകത്ത് നിന്ന് 10 മൈനസ് ഒരു നെഗറ്റീവ് നമ്പർ കിട്ടില്ലേ. അപ്പോൾ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല, നമുക്ക് ഇതേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. സോ യു ക്യാൻ നെഗ്ലക്റ്റ് ദിസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ് ബിക്കോസ് ഈ ഒരു കണ്ടീഷൻ സ്യൂട്ട് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 25. ദാറ്റ് മീൻസ് സ്മോളർ ടാപ്പ് alone can fill the tank in 25 hours, and the bigger tap alone can fill the tank in 25 minus 10, that is 15 hours. I hope this is